ഭയങ്കര തമാശയായി പോയി. എല്ലാവരും എന്തൊരു ചളിയാണ് ചളിവാരി തെറിപ്പിക്കുക പൊത്തുക ചളിവാരി. ആ അവകാശം ഉപയോഗിച്ചിട്ടുണ്ട് വീണ വിജയൻ. അതിൽ ഭയന്നാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭയന്ന് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. നിങ്ങൾക്ക് അന്വേഷണത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് അന്വേഷണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത് എന്ന ചോദ്യം ഉണ്ടാവുന്നു. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. ROC 4 മാസം കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പടപടേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു SFIO അന്വേഷണം വരികയാണ്. എന്റെ ചോദ്യം അവിടെയാണ്. അതായത് ഞാൻ പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇത് കൺവിൻസ് ആവാത്ത ആദ്യം തലയിലകത്ത് ഒന്ന് തുറന്നു വെക്കിത്. അതുകൊണ്ടാണ് 12-ാം തീയതി കേസ് വെക്കുന്നു. അപ്പൊ പിന്നെ ഈ ഒരു അശരീരി പോലെ വരികയാണ് SFIO അന്വേഷണം. ഈ അശരീരി ആരുടെ വക? കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് 110 പകരം 112 ഉപയോഗിച്ച് SFIO അന്വേഷണം ഉത്തരവിടാൻ നിയമപരമായ തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് ഒന്നുകൂടി എടുത്ത് SFIOയുടെ അന്വേഷണം ആയിക്കോട്ടെ സാർ. എനിക്ക് അപ്പോഴേ തോന്നി വണ്ടി അങ്ങടെ പോണെന്ന്. അതിൽ നിയമപരമായ തടസ്സമില്ല. രണ്ട് കൈകളും ശുദ്ധമാണ്, അടിയിൽ കനമില്ല, തലയിൽ ഉയർന്നു. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. തല ഉയർന്നു നിൽക്കുന്നു. തല ഉയർന്നു അന്വേഷിക്കട്ടെ. അന്വേഷണത്തെ ഭയക്കുന്നത് കൊണ്ടല്ല, അന്വേഷണത്തെ ധീരമായി നേരിടുമെന്നുള്ളത് കൊണ്ടാണ്. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടല്ലോ, മൂക്കൊണ്ട് ഇച്ചാവരക്കും സർ ഭയം വേണ്ട, ജാഗ്രത മതി. ഭയങ്കര തമാശയായി പോയി. എല്ലാവരും എന്തൊരു ചളിയാണ് ചളിവാരി തെറിപ്പിക്കുക പൊത്തുക ചളിവാരി. ഇത്രയും വാദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയമെന്ന്. ഒരു പോയിന്റില്ല. അന്വേഷ് സാർ പോയിന്റ് എണ്ണിക്കോ. പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ സാർ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞാലൊന്നും ഇതിന് മറുപടിയാകില്ല. കോടതിയിലേക്ക് ഇത് പോയത് ഈ അന്വേഷണം തടയുന്നതിന് വേണ്ടി തന്നെയാണ്. സാർ വാദിച്ചതുപോലെ തന്നെ AK ബാലൻ ഇന്ന് കുറേ വാദിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും ജമ്മിയല്ലേ?